അതെ, ഇന്നുണ്ടല്ലോ ഞാൻ ഭയങ്കര ഹാപ്പിയും ദൈവത്തിന് 1000 നന്ദി പറയുന്നൊരു ദിവസവും കൂടി എൻ്റെ ലൈഫിൽ. എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. അപ്പം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഒന്ന് റെഡി ആയിട്ട് വരാം. ഇനി നമുക്ക് പള്ളിയിലോട്ട് പോകാം. നല്ല തണുപ്പുണ്ട് പുറത്തിറങ്ങിയപ്പോൾ. കാണുന്ന പോലെ വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ പെസഹ ആഘോഷിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്നത്. അപ്പോൾ പെസഹ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അപ്പം മുറിക്കലും കാൽ കഴുകൽ ശുശ്രൂഷയുമാണ്. പണ്ടൊക്കെ അച്ഛനും ചേട്ടനൊക്കെ പള്ളിയിൽ കാല് കഴുകാൻ വേണ്ടി ഒരുങ്ങുന്നതും അത് കണ്ടപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ഞാൻ വിചാരിച്ചിട്ട് വളരുമ്പോൾ നമുക്കും കിട്ടുമായിരിക്കുന്നു. പക്ഷേ മുതിർന്നപ്പോൾ മനസ്സിലായി നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ അത് ആണുങ്ങൾക്കാണ് കൂടുതലും ആ ഒരു ഭാഗ്യം ലഭിച്ചിരുന്നത്. അങ്ങനെ പള്ളിയിലെത്തി. നമ്മൾ മറന്നാലും ചില ആഗ്രഹങ്ങൾ ദൈവം മറക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത ദിവസമാണ് ഇന്നെനിക്ക്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു മൈ ഗോഡ്. അങ്ങനെ എനിക്കും കാൽകഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. എങ്ങനെ ദൈവത്തിന് അതിന് നന്ദി പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ഒരു നിമിഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിനുള്ളിൽ. കഴിഞ്ഞ വർഷം പെസഹ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ഹോസ്പിറ്റൽ ലൈഫ് മാത്രമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ, അന്നത്തെ പ്രയാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം എനിക്ക് ഇത്ര നല്ലൊരു പെസഹ തന്നതിന്, അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി.